ശ്രീ VS അച്യുതാനന്ദൻ എന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒരു വാക്കിൽ വിശേഷിപ്പിക്കാമെങ്കിൽ സാർത്ഥകമായ ജീവിതം എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നേതൃത്വം കൊടുത്ത പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും ഭരണാധികാരി എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും അതെല്ലാം തന്നെ കേരളവും എക്കാലവും ഓർമ്മിക്കുന്ന കാര്യങ്ങളാണ്. ഏറ്റവും യാതനകൾ നിറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്ന് വളർന്നു വന്ന് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വരെ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ ദുഃഖം അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് എളുപ്പം സാധിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം വന്നിട്ടുള്ള നിരവധി ലേഖനങ്ങൾ, അതിലൊരു വരി എന്നെ ഏറെ സ്പർശിച്ചു. ആ വരി ഇങ്ങനെയായിരുന്നു: നിരന്തരം പ്രതികരിച്ചും പ്രസരിപ്പോടെ നിറഞ്ഞു നിന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ കളം വരച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. കാരണം നിരന്തര പ്രതികരണങ്ങൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കരുത്തും മുഖമുദ്രയും. അദ്ദേഹത്തെ പലപ്പോഴും മാധ്യമങ്ങൾ VS പക്ഷം എന്നൊക്കെ വിശേഷിപ്പിച്ച് കേട്ടിട്ടുണ്ട്. ശരിയുടെ പക്ഷമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ളവർ പലരും സൂചിപ്പിച്ചതുപോലെ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടുകൾ, പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ, പരിസ്ഥിതി എന്നുള്ളത് ഒരുപക്ഷെ ആ കാലത്ത് അത്ര ഗൗരവമായിട്ട് ആരും കണക്കാക്കിയിരുന്ന ഒരു വിഷയമായിരുന്നില്ല. പക്ഷേ ആ കാലത്താണ് അദ്ദേഹം ആ തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ഇറങ്ങിയത്. ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിലൊന്നും തന്നെ ഒട്ടും തന്നെ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു മനോഭാവം, അതാണ് VS എന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ശ്രീ VS അച്യുതാനന്ദൻ എന്ന നേതാവിനെ ജനഹൃദയങ്ങളുടെ മനസ്സിലുള്ള VS ആക്കി മാറ്റിയത്. അത് മൂന്നാറാകട്ടെ, പ്ലാച്ചിമടയാകട്ടെ, HMT ആകട്ടെ, അദ്ദേഹം ഭൂമിക്കും പ്രകൃതിക്കും വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ കേരളം ഒരിക്കലും മറക്കില്ല. 80 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം മതികെട്ടാനിലും പൂയംകുട്ടിയിലുമൊക്കെ അദ്ദേഹം മല കയറി. നമുക്ക് പൊതുപ്രവർത്തകരായിട്ടുള്ള നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള മാതൃകയായിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു. VS സർക്കാരിൻ്റെ കാലത്തെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക നിയമനിർമ്മാണം നെൽവയൽ നീർത്തട നിയമമായിരുന്നു. കേരളത്തെ പിടിച്ചുലച്ച പല സംഭവങ്ങൾ, ആ സംഭവങ്ങളിലൊക്കെ VS എന്ന ഒറ്റയാൾ പട്ടാളം രാഷ്ട്രീയ പോരാട്ടത്തിനൊപ്പം നിയമ പോരാട്ടങ്ങൾക്കും ചുക്കാൻ പിടിച്ചു. സാധാരണക്കാരുടെയും പാവക്കളുടെയും പ്രശ്നങ്ങൾക്ക് ഏറ്റവും മുൻഗണന നൽകുന്നയാളും അഴിമതിക്കെതിരെ ഏറ്റവും വരെയും പോരാടാൻ തയ്യാറായിട്ടുള്ള നേതാവും എന്നുള്ള നിലയിലാണ് VSനെ കേരളം ഓർമ്മിക്കുന്നത്. ഞാൻ ഓർക്കുകയാണ്, ശബരിമല സന്നിധാനത്ത് ഒരുപക്ഷെ ആദ്യമെത്തിയ കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അന്ന് കാൽനടയായി അദ്ദേഹം മല കയറിയത് തീർത്ഥാടകർ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിരുന്നു. 2007 എൻ്റെ ഒരു ഓർമ്മ. അന്ന് ഞാൻ അറിയുന്നത് അദ്ദേഹത്തോട് ഡോളിയിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോളി മനുഷ്യരല്ലേ ചുമക്കുന്നത്, അത് വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെക്കാൾ വേഗത്തിൽ അദ്ദേഹം മല കയറി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശ്രീബുദ്ധൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ലോകം കണ്ടെത്താനും പൂർണ്ണ മനസ്സോടെ അതിനായി സമർപ്പിക്കാനും, അത് ശ്രീബുദ്ധൻ്റെ വാക്കുകളാണ്. അതിന് കഴിഞ്ഞ നേതാവായിരുന്നു ശ്രീ VS. അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും വിയോജിപ്പുള്ളവരുണ്ട്, നമ്മളിൽ പലർക്കും അതുണ്ട്. പക്ഷേ ആ വിയോജിപ്പുകളൊക്കെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം ശരികേടുകൾക്കെതിരായിട്ട് വിമതസ്വരമുയർത്തിക്കൊണ്ട് അസാമാന്യമായിട്ടുള്ള ആ കരുത്ത് കാണിച്ച ഒരു നേതാവായിരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. CPMൻ്റെ ആശയ ദൃഢത കാക്കാനായിട്ട് പാർട്ടിയുടെ സ്ഥാപക അംഗം നടത്തിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെ ചരിത്രം രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് അമൂല്യമായിട്ടുള്ള ഒരു പാഠമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
അനുഭവങ്ങളുടെ കരുത്തുറ്റ വാക്കുകളും പ്രവൃത്തികളുമാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലൂടെ കേരളത്തിന് നഷ്ടമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാവർക്കും നമസ്കാരം.